ഹലോ മിച്ചമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു ഗംഭീര ത്രില്ലർ മൂവി, അതും ഒരു സൈക്കോ ത്രില്ലർ മൂവി. ഇതിന്റെ പകുതി ഭാഗത്ത് വെച്ചും അതുപോലെ തന്നെ ക്ലൈമാക്സിനോടടുത്തും ഒരു അടിപൊളി ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരിക്കലും അത് പ്രതീക്ഷിക്കില്ല. പിന്നെ ഈ സീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അതേ രീതിയിലുള്ള ഒരു കഥ തന്നെയാണിത്. കഥയെക്കുറിച്ച് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു തരട്ടെ. അതായത് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകളിലേക്ക് രാത്രി ഒരു സൈക്കോ ഗ്യാങ് വരും. എന്നിട്ട് അവരെ വിട്ട് നുറുക്കിക്കൊണ്ടു പോകും, ഒരു കരുണയില്ലാതെ. ഇതങ്ങനെ ആ ഒരു ഗ്രാമത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇവിടെ വീട് മേടിച്ച പൗള്, സാറ, ഈ രണ്ട് വൃദ്ധരായിട്ടുള്ള ദമ്പതികൾ അവരുടെ ആ ഒരു വിവാഹ വാർഷികം ആഘോഷിക്കാനായിട്ട് ഇതേ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. കൂടെ ഇവരുടെ 4 മക്കളും 4 മക്കളുടെ ഭാര്യമാരുണ്ട്. ടോട്ടൽ ഏകദേശം 10 പേരുണ്ട് ഇവര്. അങ്ങനെ അന്ന് രാത്രി ഇവർ ഈ പരിപാടിയും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്ന സമയത്ത് യാദൃശികമായിട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു കാര്യം നടക്കുകയാണ്. ഇതിനുശേഷം ഓരോ പടിയായിട്ട് കഥ അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. അതുപോലെ തന്നെ ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോയാലോ. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് യു ആർ ദ നെക്സ്റ്റ്, അടുത്തത് നീയാടാ. അപ്പൊ ഈ സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു ഭാര്യയും ഭർത്താവിനെയും കാണിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇവർ രണ്ടുപേരും നല്ല റൊമാൻറ്റിക് ആയി നിൽക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് നേരെ ബാത്റൂമിലേക്ക് പോവാണ്. ഇതേ സമയത്തിന് ഭാര്യ ചെറിയൊരു ഡ്രിങ്കും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു പാട്ടും വെച്ച് അതങ്ങനെ കുടിച്ചുകൊണ്ട് പോകുമ്പോൾ പുറത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. പതിയെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഈ ഒരു സ്ത്രീ ചെന്ന് നോക്കുന്നുണ്ട്. ഇതേ സമയത്തിന് അവിടുത്തെ കണ്ണാടിയിൽ ചെറിയൊരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. ഒരു മുഖംമൂടി ധരിച്ച ആള്. ആ മുഖംമൂടിയുടെ രൂപം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുയലിന്റെ മുഖം ഉണ്ടല്ലോ, അതുപോലെയുള്ള മുഖം. പിന്നീട് അവിടെ എന്താ സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞു ഈ കുളിക്കാൻ പോയ ഹസ്ബൻഡ് ഉണ്ടല്ലോ, കുളിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നല്ല ലൈറ്റായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ പാട്ട് വെച്ച ഭാര്യയെ കാണുന്നില്ല. കുറച്ച് മുന്നോട്ടേക്ക് പോയി നോക്കിയപ്പോൾ നിലത്ത് വെട്ടേറ്റ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഇയാളുടെ ഭാര്യയെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ അവിടുത്തെ കണ്ണാടിയിൽ ഒരു കാര്യം രക്തം കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ്, യു ആർ ദ നെക്സ്റ്റ്, അടുത്തത് നീയാണെന്ന്. അധികം വൈകിയില്ല ഈ മനുഷ്യനെയും അവിടെ വെച്ച് വെട്ടി നുറുക്കിയിടുകയാണ് ഇവര്. ആരാണ് ഈ ഇവര്? ഒരു സൈക്കോ ഗ്യാങ് തന്നെ. രാത്രിയിൽ ഒരു പ്രശ്നമില്ലാത്ത വീടുകളിലേക്ക് ഇതുപോലെ കയറി ചെല്ലും. എന്നിട്ട് അവിടെയുള്ള സാധാരണ മനുഷ്യരെ വെട്ടി നുറുക്കി ഇങ്ങനെ ഇടും. എല്ലാത്തിനും പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണമാണ് ഞാൻ പറഞ്ഞ ഒരു ട്വിസ്റ്റ്. എന്തായാലും ഇതേ നാട്ടിലേക്ക് തന്നെ ഈ കൊലപാതകം നടന്നില്ലേ, ആ വീടിന്റെ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന അത്യാവശ്യം വലിയൊരു വീട് വേറെ 2 ആൾക്കാർ മേടിച്ചിട്ടുണ്ട്, പൗൾ അതുപോലെ തന്നെ സാറ. ഇവരുടെ വിവാഹം കഴിഞ്ഞു ഏകദേശം 10-35 വർഷമായിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത സമയത്താണ് ഈ ഗ്രാമത്തിൽ ഇവർ വലിയൊരു വീട് മേടിച്ചത്. ഒരു പഴയ വീടാണ്, പക്ഷെ അത് റെനോവേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവരിപ്പോ ഈ ഒരു വീട്ടിലേക്ക് വരാൻ കാരണം എന്താണ്? വിവാഹം കഴിഞ്ഞു 35ാമത്തെ വാർഷികമാണ്. അപ്പൊ ഈ വീട്ടിൽ വെച്ചാണ് ഇതിന്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വന്നത്. 4 മക്കളാണ് ഇവർക്ക്, പൗളിനും അതുപോലെ തന്നെ സാറയ്ക്കും. ഈ 4 മക്കളും പല വഴിക്കാണ്. സോ എല്ലാവരും കൂടെ ഒത്തുകൂടി ഒന്ന് ചെറിയൊരു ഫംഗ്ഷൻ പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്തായാലും ഇവരിപ്പോ ആ ഒരു വീടിന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കാറ് നിർത്തി നേരെ ഡോറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് താക്കോലിട്ട് തുറക്കാൻ നോക്കുന്ന സമയത്ത് ഓൾറെഡി വാതിൽ തുറന്നെടുക്കാണ്. ആദ്യം എന്തൊരു പേടി പൗളിന് തോന്നുകയാണ്. പിന്നെ പൗളിന് മനസ്സിലായി റിനോവേഷൻ ചെയ്യാനായിട്ട് പണിക്കാർ കുറച്ച് മുന്നേ വന്ന് പോയിട്ടുണ്ടായിരുന്നു, അവരടക്കാൻ മറന്നതായിരിക്കും. ഓക്കെ, എന്തായാലും പൗളും സാറയും കൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള അത്യാവശ്യം വലുതായിട്ടുള്ളൊരു വീട് തന്നെ. ഇവിടെ സീൻ കട്ട ഈ അടുത്ത സീനിൽ ഇയാളുടെ ഒരു മകനെ കാണിക്കാണ്, ഡ്രേക്ക്. അതുപോലെ തന്നെ അവൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഐറിന്. ശരിക്കും ഈ ഐറിനെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരുന്നതിന് തന്നെ ഡ്രേക്കിന് ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് ഇവളെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്, അമ്മയ്ക്കും അച്ഛനും ബാക്കിയുള്ള സഹോദരങ്ങൾക്കൊക്കെ ഐറിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ വേണം. ഐറിനും നല്ല എക്സൈറ്റഡ് ആണ്. കാരണം അനാദിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഐറിന്. അച്ഛനും അമ്മയും ആരുമില്ല, ഒറ്റയ്ക്കാണ് ചെറുപ്പം മുതലേ വളർന്നത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫാമിലിയിലേക്ക് ചെല്ലുക, ആ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഐറിൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ആ വീട്ടിലാണ്. അതായത് ഈ ഡ്രേക്കിന്റെ അമ്മയെ കാണിക്കാണ്, സാറ. അവരെന്തൊക്കെയോ ചെറിയ ചെറിയ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കാൻ കേട്ടോ. അപ്പൊ ആദ്യം വിചാരിച്ചു ഹസ്ബൻഡ് ആയിട്ടുള്ള പൗള് അവിടെ എന്തോ ചെയ്യാതിരിക്കുന്നു. അപ്പൊ ഇതേ സമയമുണ്ട് പൗള് പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നു. ഇപ്പൊ ആകെ പേടിയാവുന്നു സാറയ്ക്ക്. എടോ, ഞാൻ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു, എനിക്ക് ആകെ പേടിയാവുന്നുണ്ട് പറയാം. ഇപ്പൊ പൗള് പറയാണ്, സാറ നീ പുറത്തു പോയി നിൽക്ക്, ഞാൻ എന്താണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ പൗള് പതിയെ മുകളിലേക്ക് കയറി ചെല്ലാണ്. ഇതേ സമയത്ത് തന്നെ ഒരു ഡോറിന്റെ പിന്നിൽ നിന്നാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പൊ പതിയെ ആ ഒരു ഡോറ് ചെന്നിട്ട് പൗള് തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് പൗളിന്റെ ഷോൾഡറിൽ ആരൊരാൾ കൈവെക്കാണ്. പൗൾ ഇല്ലാണ്ടായി എന്ന് പറയാം. അങ്ങനെ വിറച്ചുപോയി. കാരണം ഒരു ഭയത്തിൽ നമ്മളിങ്ങനെ ചെല്ലുന്ന സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരായാലും ഞെട്ടുമല്ലോ. എന്തായാലും പൗള് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് ഡ്രേക്ക് ആയിരുന്നു, 2ാമത്തെ മോനെ. എടാ, നീ ഇമാതിരി മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇതെല്ലാം പറഞ്ഞപ്പോ പൗളിനോട് ഈ ഡ്രേക്ക് ചോദിക്കുകയാണ്, അച്ഛൻ എന്താ പറ്റിയേ? താഴെ ഉണ്ട് അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താ നിങ്ങൾ ഒറ്റയ്ക്കായപ്പോ ഒന്ന് പേടിച്ചു പോയോ? ആടെ എന്തൊക്കെയോ ശബ്ദം കേട്ടു, അപ്പൊ അതൊന്ന് വന്നു നോക്കാൻ വേണ്ടി വന്നതാണ്. എന്തായാലും ആ ഒരു വാതിൽ തുറന്നു നോക്കാതെ, അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കാതെ ഇവര് താഴോട്ടേക്ക് ചെല്ലുകയാണ്. അതേ സമയത്ത് തന്നെ ആ ഒരു വാതിലിന്റെ അപ്പുറത്ത് ആരോ ഒരാളുണ്ട്, അത് ഉറപ്പാണ്. നിർഭാഗ്യവശാൽ അത് ഇവര് കണ്ടില്ല. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പൗളിന്റെ മൂത്ത മകനായിട്ടുള്ള ക്രിസ്പിയനും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഭാര്യയായിട്ടുള്ള റൂബി ഉണ്ട്. എന്തായാലും ഇവരെല്ലാവരെയും നമ്മുടെ ഡ്രേക്കിന്റെ ഭാര്യയായിട്ടുള്ള ഐറിൻ പരിചയപ്പെടുകയാണ്. പിന്നെ ഐറിനാണ് നമ്മുടെ ഈ ഒരു കഥയുടെ നായിക എന്ന് പറയുന്നത്. അപ്പോ അനാദിയല്ലേ, ഇതുപോലെ ഫാമിലീസിനെ ഓരോരുത്തരെയായിട്ട് കാണുമ്പോൾ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. എന്തായാലും ഇച്ചിരി ഭക്ഷണം എല്ലാം കഴിച്ച് ഡ്രേക്കും ഐറിനും കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
ഇതേ സമയത്തിന് ഡ്രേക്കിനോട് ഐറിൻ പറയാണ്, എടോ നിന്റെ ഫാമിലി എത്ര വലുതാണോ, അതുപോലെ തന്നെ നിങ്ങളെല്ലാം വെൽ സെറ്റിൽഡ് ആണല്ലേ, അത്യാവശ്യം കാശുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട്. ഇതേ സമയത്തിന് ഡ്രേക്ക് പറയാണ്, ഓക്കെ കാശും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അച്ഛന് 4 മക്കളാണ്. അപ്പൊ ഈ കാശ് 4 പേർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് പോകുമ്പോ എന്താ പറയാ, ഓരോരുത്തർക്കും ഒരു ഇച്ചിരി കാശേ കിട്ടുള്ളൂ, ഒരു മിഡിൽ ക്ലാസ് ലെവൽ അത്രേ എത്തുള്ളൂ. അതൊന്നും അല്ലടി എന്റെ ഇപ്പത്തെ വിഷയം, എനിക്കിന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല, നാളെ എല്ലാവരും കൂടാൻ പോവല്ലേ. എത്ര നാളുകൾക്ക് ശേഷം അറിയോ ചേട്ടനെയും അനിയനെയും അനിയത്തിയും എല്ലാവരും കാണാൻ പോകുന്നത്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ എന്താണെന്നറിയില്ല എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പൈരിൻ പറയണ, എടോ നിങ്ങളൊന്ന് ഉറങ്ങ്, നേരം വിളിക്കട്ടെ എല്ലാവരും കാണാമല്ലോ. ഇതേ സമയത്ത് തന്നെ ഇവരുടെ അമ്മ അതായത് സാറ് അടുക്കളയിൽ എന്തൊക്കെയോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ കണ്ണാടിയിൽ ഒരു റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ മൊയലിന്റെ മുഖംമൂടി ധരിച്ച ഏതോ ഒരു രൂപം. തീർച്ചയായിട്ടും അത് ആ സൈക്കോകൾ തന്നെയാണ്. ഈ കുടുംബത്തെയും അവർ നോട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ പൗളിന്റെ 2 മക്കളായിട്ടുള്ള ഡ്രേക്ക് ഫാമിലി അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഫാമിലി ഇവർ 2 പേര് ഇപ്പൊ എത്തിയില്ലല്ലോ. ടോട്ടൽ ഇവർ 6 പേരുണ്ട് ഇവിടെ. എന്തായാലും ചേട്ടന്റെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ഓരോ സമയം അങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ക്രിസ്ത്യൻ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതായത് ഡ്രേക്കിനെ കുറച്ച് തടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു തടിയുടെ പേരിലൊക്കെ കളിയാക്കും. എന്നാൽ ഡ്രേക്കിന് അത് തീരെ ഇഷ്ടമില്ല. ചേട്ടൊന്ന് ചുമ്മാ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ക്രിസ്ത്യനെ തിരിച്ച് നൈസായിട്ടൊന്ന് ചൂടായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ ഐറിൻ ഉണ്ടല്ലോ, അമ്മായിയമ്മ അതായത് സാറയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. സാറയാണെങ്കിൽ മുഖം വല്ലാത്ത രീതിയിൽ കൊടുക്കുന്നൊന്നുമില്ല. എന്തോ പോലെ ആയിപ്പോയ ഐറിൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ സാറ് പറയണം, മോളെ നീ ആ അടുത്ത വീട്ടിൽ ചെന്നിട്ട് ഒരു കുപ്പി പാല് കിട്ടുമെന്ന് നോക്കൂ. ഇത് കേട്ട സമയത്ത് ഐറിന് ഭയങ്കര സന്തോഷമാണ്. അമ്മ ജോലി എടുത്തല്ലേ, അമ്മേ ഞാൻ എന്തായാലും ഇപ്പം മേടിച്ചോണ്ടിരുന്നിട്ട് തുള്ളി ചാടി പോവാണ് അവള്. ഇപ്പൊ പുറത്ത് പൗളും അതുപോലെ തന്നെ 2ാമത്തെ മകനായിട്ടുള്ള ഡ്രേക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോളേജിലെ ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ഡ്രേക്കിനോട് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛാ, അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു, എന്നാലും ഓരോ പ്രാരാബ്ദങ്ങളുണ്ട്. അതായത് ഈ ഡ്രേക്ക് കോളേജിലെ പ്രൊഫസറാണ് കേട്ടോ. ഇതേ സമയത്തിന്റെ മുകളിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ ഉണ്ടല്ലോ, അവനോട് അവന്റെ ഭാര്യ ചോദിക്കുകയാണ്, അല്ലടോ നിങ്ങളുടെ അനിയൻ ഡ്രേക്കിനെ കണ്ട അത്യാവശ്യം പ്രായവും കാര്യങ്ങളൊക്കെ തോന്നുന്നു, ഇയാൾ എന്താ ഇത്ര ചെറിയ പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്, മിക്കവാറും അത് അയാളുടെ സ്റ്റുഡന്റ് ആയിരിക്കുമല്ലേ, ഭയങ്കര മോശമല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആടി വെറുതെ കുടുംബത്തിന് ഓരോ ചീത്തപ്പേരുണ്ടാക്കാനായിട്ട്. ഇതേ സമയത്ത് പാല് മേടിക്കാൻ പോയ നമ്മുടെ ഐറിൻ ആ അയൽവാസിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ പുറത്തുനിന്ന് ലോക്കാണ്. ഈ വീട് മറ്റേതുമല്ല, നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട ആ സൈക്കോ ഗ്യാങ് ഉണ്ടല്ലോ, ഇവര് കയറി വിളയാടിയിട്ടുള്ള ആ ഒരു വീട് തന്നെയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു ഐറിൻ കുറെ അവർ വിളിക്കുന്നുണ്ട്, എന്നാൽ ഇതിന്റെ ഉള്ളിൽ നിന്നും ആരും വിളി കേൾക്കുന്നില്ല. ഒരാൾ ആ സോഫയിൽ ഇരിക്കുന്ന കാണുന്നുണ്ട്, എന്നാൽ ഐറിൻ അറിയില്ലല്ലോ ആ മനുഷ്യന്റെ ബോഡി മാത്രമാണ് അവിടെ ഇരിക്കുന്നതെന്ന്. ലൈറ്റ് ആയിട്ട് ഒരു മ്യൂസിക് അതങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഇയാളുടെ ബോഡിയെല്ലാം ഏകദേശം ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും റെസ്പോൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഐറിൻ തിരിച്ചു വരികയാണ്. അന്നേ ദിവസം രാത്രി തന്നെ ഈ പൗളിന്റെ ബാക്കിയുള്ള 2 മക്കൾ വന്നിട്ടുണ്ട്. ഫെലിക്സ് അവന്റെ ഭാര്യയായിട്ടുള്ള ടാലിയ. ഈ ടാലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഫ്രീക്കി ആയിട്ടുള്ള ഒരു ലേഡിയാണ് കേട്ടോ. സിഗരറ്റ് എല്ലാം വലിച്ച് ഇവരുടെ മുന്നിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഇവരുടെ അമ്മ സാർക്ക് എന്തോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതായത് വലിയ ആൾക്കാരോട് വലിയ റെസ്പെക്ട് ഒന്നും കാണിക്കാത്ത ആളാണ് 3ാമത്തെ മകനായിട്ടുള്ള ഫെലിക്സിന്റെ ഭാര്യയായിട്ടുള്ള ടാലിയ. അതുപോലെ തന്നെ ഏറ്റവും ഇളയതൊരു ചെറിയ പെണ്ണാണ് കെല്ലി. കെല്ലിയുടെ ഭർത്താവാണ് മാർക്ക്. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ പൗളിനും സാറയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാണ്. സാറ് പറയാണ്, എന്തായാലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയല്ലേ, നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു രാത്രി എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മൂത്ത ചേട്ടനുണ്ടല്ലോ ക്രിസ്ത്യൻ, ആളൊരു ഇത്തിരി ചൊറിയനാണ്. ചുമ്മാ നമ്മുടെ കെല്ലിയോട് ചോദിക്കുകയാണ്, അല്ല എന്താണ് നിന്റെ കെട്ടിയോന്റെ പരിപാടി, അതായത് മാർക്കിന്റെ പരിപാടി. ഇതേ സമയത്ത് തന്നെ കെല്ലി പറയാണ്, ഇയാളൊരു ഫിലിം മേക്കറാണ്, ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല, അധികം വൈകാതെ നല്ല രീതിയിൽ തന്നെ ചെയ്യും. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡ്രേക്ക് അതുപോലെ തന്നെ ഐറിൻ 2 പേരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്ത്യൻ ഇത് കാണുമ്പോൾ ചെറിയൊരു ചൊറിച്ചിൽ പോലെ പറയാണ്, അല്ല ഡ്രേക്ക് നീ കോളേജിലെ പ്രൊഫസർ അല്ലേ, എന്നിട്ടും സ്റ്റുഡന്റ് ആയിട്ടുള്ള ഈ ഐറിനെ തന്നെ നിനക്ക് വിവാഹം കഴിക്കണമായിരുന്നു. ഛേ അതൊരു മോശമായിട്ടുള്ള കാര്യമല്ലേ. ഡ്രേക്കിന് പെട്ടെന്ന് ദേഷ്യം വരികയാണ്. ചേട്ടനെ ഒന്ന് കരുതി ചെറ്റത്തരം പറയാൻ നിൽക്കരുത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും നല്ല വഴക്ക് തുടങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇളയ മകളായിട്ടുള്ള കെല്ലി ഉണ്ടല്ലോ, അവളുടെ ഹസ്ബൻഡ് മാർക്ക്, ഇവൻ എന്തോ ഒരു കാര്യം ആ ഒരു ജനലിന്റെ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കിയപ്പോൾ ജനൽ പെട്ടെന്ന് അങ്ങോട്ട് പൊട്ടിപ്പോവാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ ആ ഒരു ശബ്ദം കേട്ട് എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. എന്താ സംഭവിച്ചത് ഒന്നും അറിയാതെ എല്ലാവരും നിൽക്കുമ്പോൾ ഈ ഒരു മാർക്ക് താഴേക്ക് വീഴാണ്. പിന്നീട് നോക്കുമ്പോഴല്ലേ കാണുന്നത് മാർക്കിന്റെ തലയിലേക്ക് തന്നെ ഒരു അമ്പ് വന്ന് തുളച്ച് കയറിയിരിക്കുകയാണ്. ആള് സ്പോട്ടിൽ മരിച്ചിട്ടുണ്ട്. ഇത് കണ്ട സമയത്ത് കെല്ലി ആ ഒരു ജനലിന്റെ ഭാഗത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ മൂത്ത ചേട്ടനായിട്ടുള്ള ക്രിസ്ത്യനും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. മോളെ നിക്കവിടെ അങ്ങോട്ടേക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ഒരമ്പ് വന്നിട്ട് ഈ ക്രിസ്ത്യന്റെ പുറകിലും കയറുകയാണ്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുളച്ച് കയറി നിൽക്കുന്നുണ്ട്. എന്നാൽ അത് അപകടം പറ്റുന്ന രീതിയിലൊന്നുമല്ല. ഈ ക്രിസ്ത്യന് നടക്കാനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. ഇയാൾ അവിടെ വീണ് പോയിട്ടുണ്ട്. എല്ലാവരും ആകെ ഒരു പരിഭ്രാന്തിയിൽ നിൽക്കുന്ന സമയത്ത് ഒരിച്ചിരി ധൈര്യം ഉണ്ടായിരുന്ന ഐറിൻ പറയാണ്, നിങ്ങൾ ആരും പേടിക്കല്ലേ, ഇങ്ങനെ ടെൻഷൻ ആവില്ലേ, ഈ ജനലിന്റെ ഭാഗത്തു നിന്നൊന്നും മാറി നിൽക്ക്. അതുപോലെ തന്നെ റൂമിൽ കയറുകയാണെങ്കിൽ നമ്മളെല്ലാവരും സേഫ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറും കാര്യങ്ങളെടുത്ത് അതിന്റെ ആ ഒരു മറവിലൂടെ ഇവർ ആ റൂമിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഇവർ മറയാക്കി വെച്ചിരുന്ന ആ ഒരു കസാരയിലേക്ക് തന്നെ അമ്പ് വന്ന് കയറുന്നുണ്ട്. ആരും അവരെ കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്തിരിക്കുകയാണ്. മിക്കവാറും ആ ഒരു സൈക്കോ ഗ്യാങ് തന്നെയാണ്. എന്തായാലും ഇവരെല്ലാവരും ഫോൺ എടുത്തുകൊണ്ട് പോലീസിന് വിളിക്കാൻ നോക്കുമ്പോൾ ഒന്നിലും സിഗ്നലില്ല. ഉറപ്പാണ് ആ ഒരു ഗ്യാങ് എന്തോ ഒരു ജാമർ ഇവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെ ഫോണിലും സിഗ്നൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ഏറ്റവും ഇളയ അനിയനുണ്ടല്ലോ ഫെലിക്സ്, അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഡോറ് തുറക്കാം. ആ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് ഓടാൻ കഴിയുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഓടിച്ചെന്നിട്ട് ആ ഒരു കാർ എടുത്ത് പോവുക, പോലീസിനോട് കാര്യങ്ങൾ പറയാം. ഇതല്ലാതെ ഇപ്പൊ നമുക്ക് വേറൊരു വഴിയില്ല. ഇത് കേട്ട സമയത്ത് ഐറിൻ പറയാണ്, എടോ ഇങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യല്ലേ,
ഒന്ന് വെയിറ്റ് ചെയ്യ്, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ നമുക്ക് നോക്കാം. പക്ഷെ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല. ഇപ്പൊ നമ്മുടെ ഐറിന്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ഡ്രേക്ക് പറയാണ് എന്നാ പിന്നെ ഞാൻ പോവാന്ന്. അത്യാവശ്യം തടിയും കാര്യങ്ങളൊക്കെ അവനുള്ളതുകൊണ്ട് മൂത്ത ചേട്ടനുണ്ടല്ലോ ക്രിസ്പിയന്, അവൻ ഈ ഒരു സമയത്ത് ഓൾറെഡി ഇയാളുടെ പുറത്തൊരു അമ്പ് കയറി നിൽക്കുന്നുണ്ട്. ഇയാൾ ഈ ഒരു സമയത്തും ഡ്രേക്കിനെ കളിയാക്കുക എന്നല്ല, എടാ തടിയാന്ന്, എനിക്ക് ഈ തടി വെച്ച് ഓടാൻ കഴിയില്ലാന്ന്. ഡ്രേക്കിന് നന്നായിട്ട് ദേഷ്യം വരികയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ തടിയാന്ന് വിളിക്കരുതെന്ന്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് ഏറ്റവും ഇളയ അനിയത്തി ഉണ്ടല്ലോ കെല്ലി പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യേ, ഞാൻ ഓടിക്കോളാം. എന്നാൽ ആരും സമ്മതിക്കുന്നില്ല. നിങ്ങളൊന്ന് വിശ്വസിക്കേ, ഞാൻ നന്നായിട്ട് ഓടിക്കോളാം. ഈ പറഞ്ഞതുപോലെ തന്നെ അവള് തന്നെ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു ഹാളിലെ എല്ലാ കാര്യങ്ങളും മാറ്റുന്നുണ്ട്. അതായത് ഡോറ് തുറക്കുകയാണെങ്കിൽ നല്ല സ്പീഡിൽ ഓടി പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ഏരിയയിൽ ബേക്കിന്ന് തുടങ്ങണ്ടേ. അപ്പൊ അത്യാവശ്യം നീളത്തിൽ ഒരു ഗ്യാപ്പെല്ലാം ആക്കി വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ കെല്ലി ഓടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ അവൾ ആ ഒരു ഡോറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഫെലിക്സും അതുപോലെ തന്നെ ഡ്രേക്കും കൂടെ ആ ഒരു വാതിൽ തുറക്കും. ഇതുപോലെ തന്നെ ചെയ്തു. നല്ല വേഗത്തിൽ കെല്ലി ഓടി വരികയാണ്. ഈ ഒരു കാര്യം സൈക്കോ ഗാങ്ങിന് നേരത്തെ മനസ്സിലായെന്ന് തോന്നുന്നു. ഇവര് ആ ഒരു വാതിലിന്റെ കുറുകെയായിട്ട് ഒരു ഇരുമ്പിന്റെ കമ്പി നല്ല നീളത്തിൽ ഷാർപ്പാക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ പോയിട്ട് നമ്മുടെ കെല്ലിയുടെ കഴുത്താണ് കുടുങ്ങുകയാണ്. പകുതിയോളം മുറിഞ്ഞുപോയി. എങ്ങനെയൊക്കെ ഇവര് കെല്ലിയെ വേക്കിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും കെല്ലി മരിച്ചിട്ടുണ്ടായിരുന്നു. അതും ചോരയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ഇതിങ്ങനെ നേരിട്ട് കാണുന്ന സമയത്ത് ബാക്കിയുള്ള അവരുടെ അവസ്ഥയുണ്ടാണ്. പേടിച്ചിട്ട് ഇപ്പോൾ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. എന്നൊരു ഇത്രയെങ്കിലും ധൈര്യം കാണിക്കുന്നത് ഡ്രേക്കിന്റെ വൈഫായിട്ടില്ല കാമുകിയായിട്ടുള്ള ഐറിനാണ്. ഐറിനൊരു കാര്യം മനസ്സിലായി. അതായത് ജനലിലൂടെയാണ് ഇവരുടെ ആ ഒരു ആക്രമണം നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ ജനലും വേഗം അവൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഭയങ്കര എനർജിയിൽ വലിയ പേടിയൊന്നും കാണിക്കാതെ. ഇപ്പൊ ഈ ഐറിന്റെ അടുത്തേക്ക് ഡ്രേക്ക് വന്ന് ചോദിക്കണം, ഐറിനെ നീ എന്താ ഇത്ര ആക്റ്റീവ്? ഞാൻ നിന്നെ ഇത്ര ആക്റ്റീവായിട്ട് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് ഡ്രേക്കിനോട് ഐറിൻ പറയുകയാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഒരാളെങ്കിലും കുറച്ച് ധൈര്യം കാണിക്കേണ്ടോ. പിന്നീട് ഐറിൻ വേഗം തന്നെ അവളുടെ ആ ഒരു ഫോൺ എടുക്കുകയാണ്. ഫോണിൽ റേഞ്ചും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ഒരു വോയിസ് മെസ്സേജ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു മെസ്സേജ് പോലീസിലേക്ക് സെൻഡ് ചെയ്യാണ്. എങ്ങാനും ഫോണിലേക്ക് ഒരു കട്ട റേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴെങ്കിലും സെൻഡ് ആയി പോകുമല്ലോ. ഇനി മുന്നോട്ടേക്ക് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ആ ഒരു സിറ്റുവേഷനിൽ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഇപ്പൊ തന്നെ ഐറിൻ ഇത് ചെയ്തു വെച്ചു. എന്നിട്ട് നേരെ താഴേക്ക് വരികയാണ്. എല്ലാവരും പറയുന്നുണ്ട്, അതായത് ഈ ജനലിലൂടെയാണ് അറ്റാക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പരമാവധി ഇതൊന്ന് അടച്ചു വെച്ച് നിങ്ങൾ സുരക്ഷിതമായിട്ടിരിക്കും, പേടിയൊക്കെ കുറച്ച് കുറയ്ക്കുക. ഇതേ സമയത്ത് തന്നെ സാറ ഇളയ മകളാണ് ഇവരുടെ മുന്നിൽ വെച്ച് മരണപ്പെട്ടത്. അപ്പൊ ആ ഒരു കാഴ്ച കണ്ട് ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ കഴിയോ? നിലവിളിച്ച് കരയാണ് കേട്ടോ. കരഞ്ഞ് അവസാനം ആ ഒരു സ്ത്രീ തളർന്നു പോകുന്നുണ്ട്. ഇപ്പൊ പൗള് സാറ് എടുക്കാണ്, വാ നമുക്ക് മുകളിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് സാറ് എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടുത്തെ ആ ഒരു ബെഡിൽ കിടത്തി, നീ എന്തായാലും കുറച്ചു നേരം ഇവിടെ വിശ്രമിക്കും സാറാ, ഞാൻ താഴേക്ക് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് സാറെ ആ ഒരു മുറിയിൽ കിടത്തിയിട്ട് പൗള് താഴേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ സാറെ കിടത്തി ആ ഒരു ബെഡിന്റെ അടിയിൽ മുഖം മൂടി ധരിച്ച ആ സൈക്കോ ഉണ്ടല്ലോ, അതിലൊരുത്തനുണ്ടായിരുന്നു അവിടെ. ഈ പൗള് താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഇതിന്റെ അടിയിൽ നിന്നും ഈ സൈക്കോ പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഷാർപ്പായിട്ടുള്ളൊരു കത്തി ഉപയോഗിച്ച് നിലവിളിക്കാൻ പോലും ആ ഒരു പാവൻ സ്ത്രീക്ക് കഴിഞ്ഞില്ല. അവരുടെ ദേഹത്ത് ഒരുപാട് തവണ കുത്തി അവരെ കൊന്നുകളയാണ്. ഇവരുടെ ഈ ഒരു നിലവിളി കേട്ടിട്ട് പൗളും അതുപോലെ തന്നെ മക്കളും മുകളിൽ കൂടി വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവിടെയുള്ള എല്ലാ വാതിലും ജനലും എല്ലാം നന്നായിട്ട് അടക്കുന്ന ഒരു തന്ത്രപ്പാടിലായിരുന്നു നമ്മുടെ ഐറിൻ. അവളിപ്പോ നേരെ അടുക്കളയിലേക്കാണ് പോയിട്ടുള്ളത്. അവളുടെ കയ്യിൽ ഒരു കത്തിയും കാര്യങ്ങളൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഇതേ സമയത്താണ് അവളുടെ മുടിയിൽ ഏതോ ഒരാൾ വന്ന് പിടിക്കുന്നത്. മിക്കവാറും സൈക്കോ ഗ്യാങ്ങിൽ ഒരുത്തൻ തന്നെ ആയിരിക്കണം എന്ന ആ ഒരു ധൈര്യത്തിൽ അവൾ ആ കയ്യിലുണ്ടായിരുന്ന കത്തി ഇയാളുടെ കയ്യിലേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. ഇത് ജനലിൽ ആ ഒരു മരവുമായിട്ട് അങ്ങനെ കുത്തി നിൽക്കുന്നുണ്ട്. ആ ഒരു എനർജിയിൽ ഐറിൻ ഇങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് അവൾ മരണപ്പെട്ടില്ല. ഇതേ സമയത്ത് തന്നെ എല്ലാവരും മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ക്രൂരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന സാറെ കാണിക്കുകയാണ്. മാത്രമല്ല അവരുടെ രക്തം കൊണ്ട് ആ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, യു ആർ ദ നെക്സ്റ്റ്, അടുത്തത് നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്തായാലും ഈ ഒരു കാഴ്ചയൊന്നും നേരിട്ട് കണ്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് എല്ലാവരും അവിടുന്ന് പോവാണ്. ഇപ്പോൾ മൂത്ത മകനായിട്ടുള്ള ക്രിസ്പിന്റെ ഭാര്യ ഉണ്ടല്ലോ റോബി, ഇവള് മാത്രം തൽക്കാലത്തേക്ക് അവിടെ നിന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ അവൾക്കൊരു ചിന്ത തോന്നുന്നു, ഇനി എങ്ങാനും ആ ഒരു കൊലപാതകി ഈ റൂമിൽ തന്നെ ഉണ്ടെങ്കിലോ. അവൾ ചുമ്മാ ഒരു സംശയം തോന്നിയിട്ട് വെറുതെ ഒന്ന് കട്ടിലിന്റെ അടിയിലേക്ക് നോക്കുകയാണ്. വിചാരിച്ചതുപോലെ തന്നെ ആ കില്ലർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവന്റെ ആ ഒരു മുഖംമൂടി കോലം ഇതെല്ലാം കണ്ട സമയത്ത് റൂബി അലറി വിളിക്കുകയാണ്. എന്നാൽ അവിടെ വെച്ച് ആ ഒരു സൈക്കോക്ക് റൂബിയെ കൊല്ലാൻ കഴിഞ്ഞില്ല. ഇതിന് പകരം റൂബി എന്താ ചെയ്യുന്നത്, താഴെ കൂട്ടി വരികയാണ്. അത് അലറി വിളിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും ഞാനിനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് മെയിൻ ഡോർ തുറന്നുകൊണ്ട് അവൾ ഓടുകയാണ്. അവിടെ ആ ഒരു കമ്പിയെല്ലാം കെട്ടിവെച്ചിട്ടില്ലേ, അത് നേരത്തെ ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് കുനിഞ്ഞുകൊണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. പിന്നാലെ തന്നെ ഹസ്ബൻഡ് ആയിട്ടുള്ള ക്രിസ്പ്യനും ഉണ്ട്. അവൻ ഈ ഒരു കമ്പിയൊന്നും നോക്കാതെ ഓടുന്നത്. പക്ഷെ അവന്റെ പുറത്തുണ്ടായിരുന്ന ആ ഒരു അമ്പുണ്ടല്ലോ, ഇത് ഈ കമ്പിയിൽ തട്ടി അവന് വല്ലാതെ വേദനിക്കുകയാണ്. ഇപ്പൊ എന്ത് വേദന സഹിച്ചാലും കുഴപ്പമില്ല, ഇതങ്ങോട്ട് ഊരി കളയെന്ന് പറഞ്ഞിട്ട് അവനൊന്നും നോക്കാതെ ഈ അമ്പങ്ങോട്ട് വലിച്ചൂരിയാണ്. അറിയാലോ അമ്പിന്റെ ആ ഒരു കുളത്ത് ഉള്ളിലേക്ക് നല്ല നൈസായിട്ട് കയറിയപ്പോ, പക്ഷെ അത് വലിച്ചൂരിയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള മുറിവ് ഉള്ളിലുണ്ടാക്കും. സോ അതുപോലെ തന്നെ ഈ ക്രിസ്പ്യനെ പറ്റിയാണ് തല കറങ്ങി താഴേക്ക് വീഴുന്നുണ്ട്. അത്രയും രക്തം അവന്റെ ദേഹത്തുനിന്ന് പോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ പേടി കാരണം റൂബി പുറത്തേക്ക് ഓടിപ്പോയില്ലേ, അവള് നേരെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു വീട്ടിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. അതും ഈ സൈക്കോകള് കൊന്നു കൊല വിളിച്ച ആ ഭാര്യയും ഭർത്താവുള്ള അതേ വീട്ടിലേക്ക് തന്നെ. എന്തായാലും അങ്ങോട്ടേക്ക് ചെന്നിട്ട് റൂബി ഉള്ളിൽ ആളെ കാണുന്നുണ്ട്, വാതിലിങ്ങനെ തട്ടി വിളിക്കുന്നുണ്ട്, ഒരുപാട് തവണ സഹായം ചോദിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു രീതിയിലും ഇയാൾ റെസ്പോൺസ് ചെയ്യുന്നില്ല. റൂബിക്ക് അറിയില്ലല്ലോ ഇയാളുടെ അവസ്ഥ എന്താണെന്ന്. ഇതേ സമയത്ത് ഉള്ളിലുണ്ടായിരുന്ന ഡ്രേക്ക് പറയാണ്, എന്തായാലും നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുക, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു പോയി നോക്കട്ടെ, കാറോ കാര്യങ്ങളോ സഹായത്തിന് ആരെങ്കിലും ഒക്കെ കിട്ടുമോ നോക്കിയിട്ട്. ഈ പയറിയും പറയണ ഡ്രേക്ക് നന്നായിട്ട് സൂക്ഷിക്കണേ. അവന്റെ കയ്യിൽ ഒരു കത്തിയും കൊടുക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ റൂബിയെ കാണിക്കാണ്. ആ അയൽവാസിയുടെ വീട്ടിന്റെ വാതിൽക്കൽ അവൾ അങ്ങനെ നിൽക്കുമ്പോൾ
ഗ്ലാസ്സിൽ ഒരു റിഫ്ലക്ഷൻ അവൾ കാണുന്നുണ്ട്. സൈക്കോ മുഖം മൂടിയിട്ട് വന്നിരിക്കുകയാണ്. ഒരൊറ്റ ചവിട്ടാണ് അവളെ. ആ ഒരു ഗ്ലാസും തകർത്തുകൊണ്ട് അവൾ ഉള്ളിലേക്ക് ചെന്ന് വീഴുന്നുണ്ട്. അപ്പോഴാണ് റൂബി ഇത്രയും നേരം വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുടെ യഥാർത്ഥ കോലം കാണുന്നത്. പകുതിയോളം വെട്ടിമുറിച്ചിട്ടുണ്ട്. അയാളുടെ ആ ഒരു ബോഡി മാത്രമാണിത്. ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന റൂബിയുടെ അടുത്തേക്ക് ഒരു വലിയ കോടാലിയുമായിട്ട് ഈ സൈക്കോ വരികയാണ്. അവളെ 2 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതേ സമയത്തിന് പുറത്തേക്ക് ഈ റൂബിയെ നോക്കാനും അതുപോലെ തന്നെ ഹെൽപ്പിന് ആരെങ്കിലും കിട്ടാൻ നോക്കാൻ വേണ്ടി പോയ ഡ്രേക്ക് ഇയാൾ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഇപ്പൊ ഡ്രേക്ക് വന്നിട്ട് ഐറിനോട് പറയാണ് എന്തായാലും റൂബി അവിടെ എവിടെയും കാണുന്നില്ല, ഒന്നുകൂടെ ഒന്ന് പോയി നോക്കട്ടെ. ഇതേ സമയത്തിന് ഐറിൻ പറയുന്നുണ്ട് ഡ്രേക്ക് നന്നായിട്ട് സൂക്ഷിക്കണം, നീ തിരിച്ചു വരണേ, എനിക്ക് വേറെ ആരുമില്ല, കാര്യം നീ ആലോചിക്കണം. എന്തായാലും ഡ്രേക്ക് വീണ്ടും പുറത്തേക്ക് പോണ്. ഇതേ സമയത്തിന് ഐറിൻ ഇപ്പോ നമ്മുടെ പൗളുണ്ടല്ലോ ഇവരുടെയൊക്കെ അച്ഛൻ, അയാളോട് പറയാണ് അല്ല അച്ഛ, അമ്മ ഉള്ളിൽ കെടുത്തിയ സമയത്ത് അവിടെ നിന്നാണല്ലോ അമ്മ മരണപ്പെട്ടത്, അതിനർത്ഥം ഇതിന്റെ ഉള്ളിലും ഒരു കില്ലർ ഉണ്ടെന്നാണ്. അപ്പൊ സേഫ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകണം. ഇതേ സമയത്ത് തന്നെ ഈ മൂന്നാമത്തെ അനിയൻ ഫെലിക്സ് ഉണ്ടല്ലോ അവനോട് ചോദിക്കുകയാണ് അല്ല ഈ ഒരു വീട്ടിൽ സേഫ് ആയിട്ടുള്ള ഭാഗം ഏതാണ്, ബേസ്മെന്റ്, അങ്ങോട്ടേക്ക് തന്നെ പോകണം. ഓക്കെ, നമുക്ക് ചെറിയൊരു പരിപാടി ഒപ്പിക്കാനുണ്ട്. എന്തായാലും ഐറിന്റെ ആ ഒരു എനർജി കണ്ടിട്ട് ഈ മൂന്നാമത്തെ അനിയനായിട്ടുള്ള ഫെലിക്സും അവന്റെ ഭാര്യയായിട്ടുള്ള ടാലിയ ഇവർ രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇവൾക്ക് ഇത്ര എനർജി? എന്തായാലും അടുക്കളയിലേക്ക് ചെന്നിട്ട് നമ്മുടെ ഐറിൻ ഉണ്ടല്ലോ ഒരു ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വേണ്ടി വെക്കാണ്. മാത്രമല്ല അവിടുന്ന് കുറച്ച് കത്തിയും ബാക്കി ആയുധങ്ങളൊക്കെ എടുത്തിട്ട് ഇവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് പെട്ടെന്ന് ജനലിലൂടെ ഒരു ബോഡി തെറിച്ച് വന്ന് വീഴാണ്. മറ്റാരുടെയല്ല, നേരത്തെ ഇവിടുന്ന് ഓടി പുറത്തേക്ക് പോയില്ലേ റൂബി, അതായത് ക്രിസ്തുവിന്റെ വൈഫ്, അവളുടെ ബോഡി തന്നെ. ഇതിങ്ങനെ പെട്ടെന്ന് മുന്നിലേക്ക് വന്ന് വീണ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഐറിൻ ആകെ പേടിച്ചു പോയി. അവളുടെ ആ ഒരു കൺട്രോൾ തന്നെ പോയിട്ടുണ്ട്. ഇതേ സമയത്ത് സൈക്കോകൾ ഒരുത്തൻ ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അവളെ കൊല്ലാനായിട്ട്. എവിടുന്നോ വന്ന ഒരു എനർജിയുടെ പുറത്ത് ഐറിൻ ഇയാളുടെ നടുക്കണ്ടത്തിലേക്ക് നോക്കിയിട്ട്, അതായത് മർമ്മത്തേക്ക് നോക്കി ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. ഇയാൾ അവിടെ മുട്ടുകുത്തി ഇരുന്നു പോയി. ഈ സമയത്ത് ഇയാളുടെ കയ്യിലുള്ള ആയുധവും അതുപോലെ തന്നെ നിലത്ത് വീണ കത്തി ഇതെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് ഇയാളുടെ തല ഒരു പരുവാക്കുന്നുണ്ട്, തേങ്ങ പൊതിക്കുന്ന പോലെ ആക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മൂന്നാമത്തെ അനിയനായിട്ടുള്ള ഫെലിക്സ്, ഭാര്യയായിട്ടുള്ള ടാലിയ രണ്ടുപേരും വരുന്നത്. ഇവരിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രക്ക് ധൈര്യം പെണ്ണിന്. എന്തായാലും മുഖം മൂടി മാറ്റിയിട്ട് ഇപ്പൊ ഫെലിക്സിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവനെ നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതേ സമയത്തിന് ഫെലിക്സ് പറയണേ എടോ ഈ കോലത്തിൽ മുഖം ആക്കി വെച്ചാൽ ഞാൻ എങ്ങനെ തിരിച്ചറിയാനാണ്? കാരണം അവളുടെ ആ ഒരു ദേഷ്യത്തിന് ഇതിന്റെ ആ ഒരു മുഖം വെട്ടിക്കേറി ഒരു പരുവാക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ കൂടെ ഒന്ന് സഹായിക്കുന്നു ഫെലിക്സിനോടും അതുപോലെ തന്നെ ടാലിയോടും പറഞ്ഞ സമയത്ത് ഫെലിക്സ് പറയണേ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് വന്ന് ചെയ്യാനാണ്, ഞങ്ങൾക്ക് പേടിയാണെന്ന് അവർ പറയുന്നുണ്ട്. അല്ല നിങ്ങളുടെ അച്ഛൻ പൗള് അദ്ദേഹം എവിടെ പോയി ചോദിക്കുമ്പോൾ അറിയില്ല, മിക്കവാറും മുകളിലുണ്ടാവും. നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ല്, ഞാൻ താഴേക്ക് ഒന്ന് ചെന്ന് നോക്കട്ടെ ബേസ്മെന്റിലേക്ക്, എന്തെങ്കിലും ആയുധങ്ങളോ മറ്റുള്ള എന്തെങ്കിലും സാധനം കിട്ടുമോ നോക്കട്ടെ. ഇതേ സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും അതായത് ഫെലിക്സും ടാലിയും കൂടെ മുകളിലേക്ക് പോവാണ്. ഇപ്പൊ മുകളിൽ അച്ഛനുണ്ടല്ലോ ഒരു ആയുധം എടുത്തുകൊണ്ട് മുകളിലത്തെ എല്ലാ റൂമും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന്റെ ഉള്ളിലും ഒരു കില്ലർ ഉണ്ടെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒരു മുറി തുറന്ന സമയത്ത് ഈ പൗൾ ഒരു കാര്യം കാണുകയാണ്. കുറച്ച് കുപ്പികൾ, ഗ്ലാസ്, ഫുഡിന്റെ പാക്കറ്റുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട്. അതായത് ഇത് കണ്ടപ്പോൾ തന്നെ പൗളിന് ഒരു കാര്യം മനസ്സിലായി, കുറച്ച് ദിവസമായിട്ട് ആരോ ഒരാൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ ഇപ്പൊ പൗളിന് ഓർമ്മ വരികയാണ്. അവർ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത് വാതിൽ തുറന്നു കിടക്കുകയായിരുന്നല്ലോ. അപ്പൊ ആരോ ഒരാൾ നേരത്തെ തന്നെ ഇവിടെ കയറി കൂടിയിട്ടുണ്ട്. ഇതേ സമയത്താണ് ഇങ്ങോട്ടേക്ക് ഫെലിക്സും ഭാര്യയായിട്ടുള്ള ടാലിയും കൂടെ വരുന്നത്. അപ്പൊ ഫെലിക്സിനെ കണ്ട സമയത്ത് തന്നെ പൗള് പറയണം മോനെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആരും ഉണ്ട്, ഇത് ഭയങ്കര പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ആ ഒരു കില്ലർ അങ്ങോട്ടേക്ക് വരികയാണ്. പൗളിന്റെ കഴുത്തിൽ കത്തി വെച്ച ഒരൊറ്റ വരയ്ക്കലാണ് കേട്ടോ. ആകെ പേടിച്ചു പോയ ഫെലിക്സ് ഈ കില്ലറോട് ചോദിക്കുകയാണ് എന്റെ മുന്നിൽ വെച്ച് തന്നെ എന്റെ അച്ഛനെ കൊല്ലണമായിരുന്നോടാ. ഇപ്പൊ ഈ കില്ലർ ഉണ്ടല്ലോ മുഖം മൂടി മാറ്റിയിട്ട് പറയുന്നത് ബോസേ നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എല്ലാവരെയും കൊല്ലാനായിട്ട്. ഇപ്പൊ ഇയാളുടെ അതായത് ഈ ഫെലിക്സിന്റെ മുഖത്തിന്റെ ആ ഒരു ഭാവകം മാറുകയാണ് കേട്ടോ, ഒരു ക്രൂര ഭാവം വരികയാണ്. അതായത് ഇവിടെ നടക്കുന്ന ഈ എല്ലാ സംഭവത്തിന്റെയും പിന്നിൽ ഇവൻ തന്നെ, മൂന്നാമത്തെ മകനായിട്ടുള്ള ഫെലിക്സും ഭാര്യയായിട്ടുള്ള ടാലിയും. എന്തിനായിരിക്കണം ഇങ്ങനെ ചെയ്യുന്നത്? കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കുകയാണെങ്കിൽ സ്വത്ത് മുഴുവൻ ഇവർക്ക് മാത്രമായിട്ട് കിട്ടുമല്ലോ, അങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി തന്നെ. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന കില്ലറിൽ ഒരുത്തൻ അവിടെ താഴെ ചത്ത് കിടക്കുന്നുണ്ടല്ലോ. കില്ലറിൽ ഒരുത്തൻ ഇത് കാണുന്നുണ്ട്. ഈ കില്ലേഴ്സ് മുഴുവൻ ചേട്ടനനിയന്മാരാണ്. അതും ഇങ്ങോട്ടേക്ക് വന്ന ഇവര് 3 പേരാണ്. അതിലൊരുത്തൻ താഴെ ചത്ത് കിടക്കുന്ന കണ്ടപ്പോൾ ഇവന്റെ കൺട്രോൾ പോവാണ് കേട്ടോ. ആകെ ഭ്രാന്തളകി ഇവൻ നേരെ താഴത്തെ ബേസ്മെന്റിൽ ആരും ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. മറ്റാരുമല്ല നമ്മുടെ ഐറിൻ തന്നെ. ഇവന്റെ കയ്യിലുള്ള കോടാലി വെച്ച് ആ ഒരു ബേസ്മെന്റ് തല്ലി പൊളിച്ചുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് അവൻ കയറാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നാൽ പരമാവധി തന്നെ ഐറിൻ അത് തള്ളി പിടിക്കുകയാണ്. ഇതേ സമയത്താണ് പുറകിലിട്ട് അമ്പ് കയറിയിട്ട് ബോധം പോയ ക്രിസ്ത്യൻ മൂത്ത ചേട്ടന് ബോധം വരുന്നത്. ഇവൻ പതി എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ ഇതുപോലെ മുഖം മൂടിയിട്ട് ആ ഒരു കില്ലറെ നേരിട്ട് കാണാണ്. ശരിക്കും പറഞ്ഞാൽ അവൻ നിക്കറിൽ വരെ മുള്ളിപ്പോയി എന്ന് പറയാം. പേടിച്ച് വിറച്ച് നിലത്ത് വീണ ക്രിസ്ത്യൻ പറയാണ് എന്നൊന്നും ചെയ്യരുത്, എന്നൊന്നും ചെയ്യരുത്, എന്റെ ഭാര്യ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നിൽ നിന്നും ആരും ഒരാൾ വന്നിട്ട് ഈ മുഖംമൂടിയായിട്ടുള്ള സൈക്കോയെ കുത്താണ്. അതും ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട്. ആരായിരിക്കും? മറ്റാരുമല്ല നമ്മുടെ ഐറിൻ തന്നെയാണ്. ഇങ്ങനെ പെട്ടെന്നുണ്ടായ ആക്രമണം ആയതുകൊണ്ട് തന്നെ സൈക്കോ ഒന്നും നോക്കിയില്ല, ഈ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഫെലിക്സും ടാലിയും വരുന്നത്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു പ്ലാന് മുഴുവനായിട്ടും നമ്മുടെ ഐറിൻ അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രക്കും ധൈര്യമുള്ള ഒരു പെണ്ണിനെ ഇവരെന്തായാലും നേരിട്ട് കണ്ടിട്ടില്ല. ഒരു പെണ്ണിനെ കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും ഇവർ വിചാരിച്ചില്ല. ഈ പൈറിനായിട്ട് തന്നെ ഇവരോട് പറയാണ് ഒരു കാര്യം ചെയ്യേ ഫെലിക്സ് അതുപോലെ തന്നെ ക്രിസ്പിൻ, നിങ്ങൾ രണ്ടുപേരും താഴെ ആ ഒരു ബേസ്മെന്റിലേക്ക് പോകും, എന്തെങ്കിലും ആയുധങ്ങളും കാര്യങ്ങളും കിട്ടുമോ നോക്ക്. ഞാനും അതുപോലെ തന്നെ ഈ ടാലിയും കൂടിയിട്ട് പല ഭാഗത്തായിട്ടും ട്രാപ്പുകൾ സെറ്റ് ചെയ്യട്ടെ, ഇതുപോലെ കില്ലേഴ്സ് ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അവരെ കുടുക്കാനായിട്ട്. അങ്ങനെ ഓരോ വാതിലിന്റെ അങ്ങോട്ടേക്ക് ചെന്നിട്ടും ആണികൾ
പ്രത്യേക രീതിയിൽ അടിച്ചു തറപ്പിച്ചുകൊണ്ട് അവൾ ഓരോ ട്രാപ്പുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഫെലിക്സിന്റെ ഭാര്യ ടാലിയ അവളോട് ചോദിക്കുന്നുണ്ട്, അല്ല ഐറിനെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നിനക്ക് അറിയുന്നത്? ഈ പൈറിൻ പറയാണ്, ഞാൻ വളർന്നത് ഒറ്റയ്ക്കാണ്, ഇതിനേക്കാൾ വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെ പലതവണ ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണല്ലേ നിനക്ക് ഇതൊക്കെ അറിയുന്നത്? ടാലിയുടെ ഉള്ളിൽ ഇവളാകെ കൊളാക്കുമെന്നുള്ള ഒരു ചിന്തയാണ്. ഇതേ സമയത്ത് തന്നെ ബേസ്മെന്റിലേക്ക് മൂത്ത ചേട്ടനായിട്ടുള്ള ക്രിസ്പിയനും ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്ന മൂന്നാമത്തെ അനിയും ഫെലിക്സും പോയിട്ടുണ്ടല്ലോ ഇതെടുക്കാനായിട്ട്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ക്രിസ്പിയൻ ആകെ ഒരു വിഷമം, റൂബി അവൾക്ക് എന്താണോ പറ്റിയത്, അവൾ എവിടെയാണാവോ? ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഫെലിക്സ് പറയാണ്, എടാ നിന്റെ ഭാര്യ പണ്ടേ ചത്തു കഴിഞ്ഞടാ. നീ എന്താ ഈ പറയുന്നത്? എന്താ നിന്റെ വർത്താനത്തിലേക്ക് ഒരു മാറ്റം? ഇപ്പൊ പെട്ടെന്ന് തന്നെ ഈ ഫെലിക്സ് ഒരു കത്തി എടുത്തുകൊണ്ട് ക്രിസ്പിയന്റെ നെഞ്ചിലേക്ക് ഒരു കുത്തു കൊടുക്കുകയാണ് കേട്ടോ. ഒന്നും തിരിയാതെ ആകെ പെടഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രിസ്പിയന്റെ നെഞ്ചിലേക്കും വയറിലേക്കായിട്ട് വീണ്ടും ഒരു 5-6 കത്തി കുത്തി കയറ്റി വെക്കാണ് ആര്? ഈ ഫെലിക്സ് തന്നെ. അതായത് അവസരം കിട്ടിയ അവന്റെ പണി അവനും ചെയ്യണമല്ലോ, കുടുംബത്തെ എല്ലാവരും ഇല്ലാതാക്കണം, അതാണ് ഇവരുടെ ആ ഒരു ലക്ഷ്യം. ഇതേപോലെ തന്നെ ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറിൻ, അവളുടെ കൂടെയുള്ളത് ആരാണ്? ടാലിയ, അതായത് ഫെലിക്സിന്റെ ഭാര്യ. ആ പാണിയുള്ള ഒരു പലക വെച്ച് ഐറിന്റെ തലക്കടിച്ച് അവളെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഐറിൻ തിരിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ടാലി അത് മാറ്റുന്നുണ്ട്. ഇപ്പൊ ടാലിയോട് ഐറിൻ ചോദിക്കണം, അല്ല അച്ഛനെവിടെ? ഇതേ സമയത്ത് ടാലി പറയണം, അച്ഛൻ മുകളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഇവരുടെ മുന്നിൽ വെച്ചാണ് പൗളിനെ, അതായത് അച്ഛനെ കൊന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊന്നും പറയാതെ ഈ ടാലി നേരെ മുകളിലേക്ക് ചെല്ലുകയാണ്. ഇതേ സമയത്തിന് ഐറിൻ ഓരോ ഭാഗത്തും ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ. ഇതിന്റെ ഇടയിൽ മരിച്ചു കിടക്കുന്ന മൂത്ത ചേട്ടനായിട്ടുള്ള ക്രിസ്പിയനെ അവൾ കാണുകയാണ്. അവളാകെ പേടിച്ചു പോയി. ഇതേ സമയത്ത് തന്നെ ഒരു സൈക്കോ അവളെ കൊല്ലാനായിട്ട് പാഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അവളൊന്നും നോക്കിയില്ല. ഒരു എന്താ പറയുക, ഗ്ലാസിന്റെ ജനലുണ്ടായിരുന്നു, അതിലേക്ക് എടുത്തങ്ങോട്ട് ചാടുകയാണ്. ആ ചാട്ടത്തിൽ ഗ്ലാസ് പൊളിഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് വീഴുകയാണ്. മാത്രമല്ല ഒരു കഷ്ണം അവളുടെ കാലിൽ കയറി നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾക്ക് നേരെ ഒരു അമ്പ് ചീറി പാഞ്ഞു വരുന്നുണ്ട്. അതായത് പിന്നാലത്തിന് ആ ഒരു കില്ലറുണ്ട് കേട്ടോ. അതിൽ നിന്നല്ല ഒഴിഞ്ഞു മാറി അവൾ ഒരു വിധത്തിൽ കാട്ടിലേക്ക് ഓടുകയാണ്. പിന്നാലത്തിന് ആ ഒരു സൈക്കോ ഉണ്ട്. എന്നൊരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ നമുക്ക്, ഇതൊന്നും സൈക്കോ അല്ല, കാശ് കൊടുത്ത് ഇവർ കൊണ്ടുവന്ന കില്ലേഴ്സും മാത്രമാണ്. എന്തായാലും ഈ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് നമ്മുടെ ഐറിൻ അറിയില്ലല്ലോ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങോട്ടേക്ക് വന്ന ഈ 10 പേരുണ്ടല്ലോ, 10 പേരിൽ 2 പേര് ഫെലിക്സ്, ടാലിയ, ഇവർ 2 പേരാണ് കില്ലേഴ്സിനെ ഏർപ്പാടാക്കിയത്. ബാക്കിയുള്ള 8 പേരെയും ഇവർക്ക് കൊന്നു തീർക്കണം. ഇനിയിപ്പോ 2 പേര് മാത്രമേ ഉള്ളൂ, 6 പേരെ കൊന്നു കഴിഞ്ഞു. അതായത് ബാക്കിയുള്ളത് നമ്മുടെ ഐറിനും ഹസ്ബൻഡ് ആയിട്ടുള്ള ഡ്രേക്കും മാത്രമാണ്. ഈ ഐറിൻ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന കാട്ടിലൂടെയല്ലേ. അവൾക്ക് മനസ്സിലായി ഇത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് തന്നെ ഈ വീടിന്റെ ഒരു ഭാഗത്തൊരു ഡോറ് തുറന്നു കിടക്കുന്ന കാണാണ്. അതിലൂടെ അവൾ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗത്ത് അങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഐറിനൊരു സംശയം തോന്നുകയാണ്, എല്ലാ വാതിലും നന്നായിട്ട് അടച്ചതാണല്ലോ, എന്നിട്ട് ഈ ഒരു വാതിൽ മാത്രം എന്തെങ്കിലും തുറന്നു എടുക്കുന്നത്. ഇപ്പോൾ ഐറിൻ പല ഭാഗത്തായിട്ടും ഈ ആണി കൊണ്ടുള്ള ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിലൊരെണ്ണത്തിൽ ഈ കില്ലേഴ്സ് വന്ന് ചവിട്ടുകയാണ് കേട്ടോ. ഇയാളുടെ കാലൊക്കെ ആണി കയറി മുറിയായി ഒരു പരിവായി നിൽക്കുന്ന സമയത്ത് ഇയാൾ കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പാരി വരുന്നുണ്ട്. ഫെലിക്സ് വരികയാണ്, എടാ നിനക്കൊക്കെ കാശ് എന്ന് മര്യാദക്ക് ഒരു പണി ചെയ്യാൻ ഏൽപ്പിച്ചാൽ അത് അതുപോലെ ചെയ്യണം, അല്ലാതെ ഒരു പെണ്ണിന്റെ മുന്നിൽ ഇമാതിരി കളി കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെയൊക്കെ എന്തിനാണ് ഈ പണിക്ക് പറ്റുന്നത്? താഴെ ഒരുത്തൻ അവളുടെ കൈ കൊണ്ട് ചത്ത് മലച്ച് കിടക്കുന്നത്, നിന്നെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഈ പണി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ കാശ് മേടിക്കതായിരുന്നു. ഈ പാക ദേഷ്യം വന്ന ഈ ഒരു കില്ലർ ഉണ്ടല്ലോ, അതിലൊരു ആണി എടുത്തിട്ട് ഇവന്റെ ചങ്കിലേക്ക് തന്നെ ഇങ്ങനെ പിടിക്കുക. ഫെലിക്സിന്റെ അടുത്ത് പറയാണ്, എടാ നിനക്ക് നിന്റെ അച്ഛനും അമ്മയും കൂടെ പിറന്നവരെയും കൊല്ലാൻ ഒരു മടിയില്ലായിരിക്കും, പക്ഷെ ആ മരിച്ചു കിടക്കുന്നത് എന്റെ അനിയനാണ്. നിനക്ക് സ്നേഹമില്ലാവിച്ചിട്ട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടാ. നിന്നെ പോലുള്ളവരുടെ കീഴിലൊക്കെ ജോലി ചെയ്യാൻ നിൽക്കുന്നതിലും നല്ലത് വേറെ വല്ല പണിക്കും പോകുന്ന. അതേ സമയത്ത് തന്നെ ഫെലിക്സ് പറയാണ്, സോറി ഈ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, അവൻ നിന്റെ അനിയനാണെന്ന്. പിന്നെ ഞാൻ ഇവരെയൊക്കെ കൊല്ലാന്ന് തീരുമാനിച്ചത് എന്റെ അച്ഛന്റെ കയ്യിലേക്ക് വലിയൊരു ഫണ്ട് വന്നിട്ടുണ്ട്, അതെല്ലാവർക്കും കൂടെ ഡിവൈഡ് ചെയ്ത് പോവാണെങ്കിൽ ഒരു കാര്യമില്ലാതെയാവും, പക്ഷെ അത് മുഴുവനായിട്ട് കിട്ടുകയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. അതുപോലെ തന്നെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ അവരെ വീട്ടിൽ കയറി വെട്ടി കൊല്ലുകയാണെങ്കിൽ ഇതൊരു സൈക്കോ കേസ് പോലെ ആക്കി തീർക്കാനും എന്നെ കൊണ്ട് കഴിയായിരുന്നു. പിന്നെ ഞാൻ ഏൽപ്പിച്ച ഒരു പണി മര്യാദക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ കാശുണ്ടല്ലോ അതിന്റെ ഡബിൾ ഞാൻ തരും. ഇപ്പൊ ഇവർ 2 പേര് മാത്രമല്ലേ ബാക്കിയുള്ളൂ. എന്തായാലും ആ ഒരു ആണി പതിയവന്റെ കഴുത്ത് നടക്കാണ്. ഓക്കെ, പറഞ്ഞതുപോലെ ഞങ്ങൾ ജോലി പൂർത്തിയാക്കാം, 2 പേരും കൂടെ അല്ലേ ബാക്കിയുള്ളൂ, തീർത്ത് കളയാം. ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ രണ്ടാമത് ഓടിക്കയറി വന്ന് ഒളിച്ചിരിക്കുന്ന ഐറിൻ കേൾക്കാണ്. ഈ രണ്ടാമത് ഈ വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടി വന്ന് കയറിയ കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല, പ്രത്യേകിച്ച് ഫെലിക്സിന്റെ ആലിയോ. എന്ന് ഇതേ സമയത്ത് നിർഭാഗ്യവശാൽ നമ്മുടെ ഐറിന്റെ ഫോണിലേക്ക് സിഗ്നൽ കിട്ടുകയാണ്. അവൾ അയച്ച ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, അത് പോലീസിന് കിട്ടി, തിരിച്ച് റിപ്ലൈ വന്നിട്ടുണ്ട്. അപ്പൊ ക്ലിങ് ക്ലിങ് എന്നുള്ള ആ ഒരു ശബ്ദം വരികയാണ്. അപ്പൊ തന്നെ സൈക്കോയിൽ ഒരുത്തൻ, സൈക്കോ എന്ന് പറയാൻ പറ്റില്ല, കില്ലറാണ്. ഇതിൽ ഒരുത്തന് മനസ്സിലായി ഇവിടെ എവിടെയോ ഒരുത്തി മറിഞ്ഞിരിക്കുന്നുണ്ട്, ഒരു കർട്ടന്റെ പിന്നിലാണ്. അപ്പൊ ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ ഈ കില്ലർ പതിയെ ചെന്നിട്ട് ആ ഒരു കർട്ടൻ മാറ്റാൻ നിൽക്കുമ്പോൾ ഈ കർട്ടൻ നമ്മുടെ ഐറിനായിട്ട് തന്നെ ഒറ്റ മാറ്റിലാണ്. എന്നിട്ട് ഇവന്റെ ചങ്കിലേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുന്നുണ്ട്. ഇവൻ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ താഴേക്ക് വീണു പോവാണ്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഐറിൻ ഉണ്ടല്ലോ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. എന്നാൽ എപ്പോഴത്തെയും പോലെ തന്നെ അവള് പുറത്തേക്ക് ഓടിയിട്ട് തിരിച്ച് ഇതേ വീട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ ജനലിലൂടെ വന്ന് കയറുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ പിന്നാലെ ഒരു സൈക്കോ വരുന്നുണ്ടല്ലോ, അവളുടെ കൂടെ തന്നെ ആ ഒരു ജനലിലൂടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ജനലിലേക്ക് ചാടിയത് മാത്രമേ അവൻ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഇതിന്റെ സൈഡിലേക്ക് ഐറിൻ നിൽക്കുന്നത് അവൻ കണ്ടിട്ടില്ലായിരുന്നു. ഇവൻ ഇങ്ങനെ ഇതിലൂടെ ചാടി വരാൻ നോക്കുമ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ഇവന്റെ കണ്ണിലേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. തലച്ചോറിന്റെ ഉള്ളിലേക്ക് കത്തി കയറി പോകുന്നുണ്ട്. അധികം വൈകിയില്ല, പിടഞ്ഞുകൊണ്ട് രണ്ടാമത്തെ കില്ലറും അവിടെ മരിച്ചു വീഴാണ്. ഇതേ സമയത്ത് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല മൂന്നാമത്തെ കില്ലറും, അതുപോലെ തന്നെ ഫെലിക്സും ടാലിയും. ഇപ്പൊ ഫെലിക്സിനോടും ടാലിയോടും പറയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ ചുറ്റുവട്ടത്തൊക്കെ നോക്ക്, ചിലപ്പോൾ അവള് വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് ഞാൻ അവളെ പൊക്കിക്കോളാം, തീർത്തോളാം. എന്തായാലും ഇപ്പൊ ഈ ഒരു വീട്ടിന്റെ ഉള്ളിൽ ഐറിൻ മാത്രമേ ഉള്ളൂ. ഇതേ സമയത്ത് തന്നെ
ഇനിയിപ്പോൾ കില്ലറോ അല്ലെങ്കിൽ ഈ ഫെലിക്സോ ടാലിയോ ഉള്ളിലേക്ക് വരാൻ പോകുന്നത് മെയിൻ ഡോറിലൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ മെയിൻ ഡോറിന്റെ ഭാഗത്തായിട്ട് ഒരു ട്രാപ്പ് അവൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് വാതിൽ തുറന്നാൽ ഉടനെ തന്നെ കോടാലി താഴേക്ക് പോയിട്ട് ഈ വരുന്ന ആളുടെ തലയിലേക്ക് കയറുന്ന രീതിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവള് വിചാരിച്ചതുപോലെ ആ ഒരു വാതിലൂടെ അത് തുറന്നുകൊണ്ട് ഈ മൂന്നാമത്തെ കില്ലർ വരുന്നില്ല. ഇയാള് പകരം ജനലിലൂടെ ചാടി വരികയാണ്. കാരണം ഇവരുടെയൊക്കെ ശീലം അതായിരിക്കും. പണി പാളി. എന്തായാലും ആര്യൻ വേഗം തന്നെ ബേസ്മെന്റിലേക്ക് പോവാണ്. അവളുടെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ അവൾ പോകുന്നത് കണ്ട് ഈ മൂന്നാമത്തെ കില്ലർ നേരെ അവളുടെ പിന്നാലെ ആ ബേസ്മെന്റിലേക്ക് ചെല്ലുകയാണ്. എന്നാൽ ഓൾറെഡി അവിടെ വിളിച്ചില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഈ മിന്നി മായുന്നത് പോലെ ഒരു ചെറിയ ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ വരും. ആ ഒരു ലൈറ്റിൽ ഐറൻ ഉണ്ടല്ലോ താഴേക്ക് വന്ന ഈ മൂന്നാമത്തെ കില്ലറിനെ വെച്ചങ്ങോട്ട് പണിയാണ്. അതായത് ആയുധം കാര്യങ്ങളൊക്കെ അവളുടെ കയ്യിൽ നേരത്തെ കിട്ടിയിട്ടുണ്ട്. പിറകിൽ നിന്നും വെട്ടി ഒരു പരിവാകുന്നുണ്ട്. ഉള്ളത് പറയുകയാണെങ്കിൽ 3 കില്ലേഴ്സിനെയും ഐറിൻ അവളുടെ കൈ കൊണ്ട് തന്നെ തീർത്ത് കളഞ്ഞു. എന്നിട്ടുണ്ടല്ലോ ഒരു ഭയങ്കര ഹീറോയിസത്തിൽ ആ ഒരു ബേസ്മെന്റിൽ നിന്നും അവൾ മുകളിലേക്ക് കയറി വരികയാണ്. ഇതേ സമയത്ത് തന്നെ ഇവിടെ നിന്നും ഫെലിക്സും ടാലിയും പോയിട്ടില്ല. ആ ഒരു വീടിന്റെ ഭാഗത്ത് തന്നെ ഉണ്ട്. ഇവരുടെ കയ്യിലാണെങ്കിൽ കില്ലേഴ്സിന്റെ ആ ഒരു ക്രോസ് ബോ ഉണ്ടല്ലോ ഇതുണ്ടായിരുന്നു. ഇങ്ങനെ ജീവനോട് വരുന്ന ഐറിനെ കണ്ട സമയത്ത് അവൾക്ക് നേരെ ഇത് വിട്ടുകളയുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ഐറിൻ വീണ്ടും മറ്റേതോ ഒരു ഭാഗത്തേക്ക് ചെന്ന് ഒളിക്കുകയാണ്. മാത്രമല്ല ഇത്രയും നേരം ഇവിടെ സിഗ്നലും കാര്യങ്ങളൊന്നും കിട്ടാതിരുന്നത് ഈ ഫെലിക്സ് ആണ് ഇവിടുത്തെ ആ ഒരു സിഗ്നലും കാര്യങ്ങളൊന്നും അവർക്ക് കിട്ടാത്ത രീതിയിൽ ഒരു ജാമർ സെറ്റ് ചെയ്തത്. അതൊക്കെ പഴയതുപോലെ ആക്കുകയാണ്. അതായത് ഇനിയിപ്പോൾ ഇവരുടെ ഫോണിൽ സിഗ്നൽ കിട്ടണമെങ്കിൽ ഈ ജാമർ ഓഫ് ആക്കണമല്ലോ. എന്തായാലും ജാമർ ഓഫ് ആക്കി. ഫെലിക്സിന്റെ ഫോണിലും അതുപോലെ തന്നെ ടാനിയുടെ കയ്യിലുള്ള ഫോണിലും സിഗ്നൽ കിട്ടുന്നുണ്ട്. എന്തായാലും ഇതേ സമയത്ത് തന്നെ ടാലിയ ഈ ഐറിൻ എങ്ങോട്ടാ പോയത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാണ്. അതായത് അവൾ പോയത് കിച്ചണിലേക്കാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും മറിഞ്ഞിരുന്ന ഐറിൻ ഉണ്ടല്ലോ ടാലിയ നല്ലിട്ട് കൊടയുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഫെലിക്സ് വരുന്നുണ്ട്. ഈ ഐറിൻ നേരത്തെ തന്നെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളക്കാൻ വെച്ചിരുന്നല്ലോ അതെടുത്തിപ്പോൾ ഫെലിക്സിന്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വെള്ളമൊക്കെ നേരത്തെ ചൂടാറിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന്റെ ദേഹത്തേക്ക് ഒഴിച്ചത് കൊണ്ട് അവനക്ക് വലിയ കുഴപ്പമൊന്നും പറ്റുന്നില്ല. എന്തായാലും ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടിയിട്ട് ഫെലിക്സും ടാലിയും കൂടി ഐറിനെ പരമാവധി ആക്രമിച്ച് കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും ഇവരെ കൊണ്ട് നടക്കുന്നില്ല. ഈ ടാലിയെ നമ്മുടെ ഐറിൻ ചവിട്ടി ഒരു മൂലക്കെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഫൈറ്റിന്റെ ഇടയിൽ ഫെലിക്സിന്റെ തലയിലേക്ക് ഒരു മിക്സി വന്ന് വീഴുകയാണ്. ഐറിൻ ഒന്നും നോക്കിയില്ല. ഈ മിക്സി അങ്ങോട്ട് അമർത്തി പിടിക്കുകയാണ്. എന്നിട്ട് സ്വിച്ച് അങ്ങോട്ട് ഇടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അടിയിലുള്ള ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ അത് ഈ ഫെലിക്സിന്റെ തലയിൽ കിടന്ന് കറങ്ങാണ് കേട്ടോ. ഒരുമാതിരി ഒരു കറക്കാണ്. തല പൊളിഞ്ഞു പോകുന്നുണ്ട് മേൽഭാഗത്ത്. ഇതിനുശേഷം അവളെ കുത്താനായിട്ട് ഒരു കത്തിയെടുത്ത് വരുന്ന ടാലിയെ ചവിട്ടി താഴെയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് അതെടുത്ത് ഈ ടാലിയുടെ നിറന്തലയിലേക്ക് തന്നെ കുത്തി കയറ്റി വെക്കാണ്. ഇനി എങ്ങാനും ഈ ഐറിൻ വല്ല എന്താ പറയാ പൂർവ്വജന്മ ഗുണ്ടേറ്റായിരിക്കോ ഇമാതിരി ഒരു വയലൻസ് അവളുടെ ഉള്ളിൽ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തളർന്നിട്ട് അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഫെലിക്സിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. ടാലിയെ കുറച്ചു നേരം അതിലേക്ക് നോക്കി. എന്തായാലും പിന്നീട് കോൾ അറ്റൻഡ് ചെയ്യാണ്. തിരിച്ചങ്ങോട്ടേക്ക് ഒന്നും സംസാരിക്കുന്നില്ല. ഇതേ സമയത്ത് തന്നെ അപ്പുറത്തുനിന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട് എന്തായി കാര്യങ്ങൾ, എല്ലാവരും മരിച്ചു കഴിഞ്ഞു. എന്നാൽ നമ്മുടെ ഐറിന് ഈ ശബ്ദം നല്ല പരിചയമുണ്ട്. മറ്റാരുടെ ശബ്ദമല്ല ഡ്രേക്ക് ഉണ്ടല്ലോ അവന്റെ ശബ്ദം തന്നെയാണ്. ശരിക്കും ഐറിൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് ഇവിടെ നടന്ന ഈ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുള്ള ഡ്രേക്കിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഈ നാട്ടിലെ പല ഭാഗത്തും ഓരോ രാത്രിയിലായിട്ട് കൊലപാതകങ്ങൾ നടത്തുക, അത് സൈക്കോകളാണെന്ന് വരുത്തി തീർക്കുക. അതുപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഈ വീട്ടിൽ സ്വന്തം കുടുംബത്തെ തന്നെ ഇല്ലാതാക്കുക, സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റുക. ഇതാണ് അവൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പരിപാടിയിലേക്ക് അവന്റെ മൂന്നാമത്തെ അനിയനെയും കൂട്ടിയിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ ഫെലിക്സിന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. എന്നാ പിന്നെ വീട്ടിലേക്ക് കയറി നോക്കാം എന്ന് കരുതിയിട്ട് ഡ്രേക്ക് എല്ലാം തീർന്നിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നേരെ വന്ന് വീട്ടിലേക്ക് കയറി നോക്കുമ്പോൾ ചോര ഒലിപ്പിച്ച് കയ്യിലൊരു കത്തിയുമായിട്ട് ഒരാളങ്ങനെ നിൽക്കുകയാണ്. മറ്റാരുമല്ല നമ്മുടെ ഐറിൻ തന്നെ. ഇപ്പൊ പെട്ടെന്ന് തന്നെ ഡ്രേക്ക് പറയണം ഐറിന് നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിനയിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഐറിൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഐറിനോട് ഈ ഡ്രേക്ക് ചോദിക്കുന്നുണ്ട് അല്ല ഫെലിക്സ് എവിടെ, അവനെ കണ്ടോ? ഇപ്പൊ ഐറിൻ പറയാണ് അത് പിന്നെ എനിക്കൊരു ഇച്ചിരി ചമ്മന്തി അരക്കണമായിരുന്നു, അവന്റെ തലച്ചോറ് വെച്ച് ഞാൻ ചമ്മന്തി അരച്ചിട്ടുണ്ട്. അപ്പൊ അവന്റെ പെണ്ണ് ടാലിയ അവൾ എവിടെ പോയി? അവളുടെ തലയിലേക്ക് ഞാൻ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ കൂളായി പറയുന്ന സമയത്ത് ഡ്രേക്കിന് കാര്യം മനസ്സിലായി. അതായത് ഇതെല്ലാം ചെയ്യിക്കുന്നത് ഞാനാണെന്ന് അവൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ ഡ്രേക്ക് ആയിട്ട് തന്നെ പറയാണ് ഐറിനെ നീ എന്നൊന്നും മനസ്സിലാക്കണം, എന്റെ ജോലിയും കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, എന്തൊരു കഷ്ടപ്പാടാണ് നമുക്ക്, നീയും ഒരുപാട് ഓവർ ടൈം ജോലിയും അതൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്നില്ലേ, ഇനി ഒരു പേടിയും പേടിക്കണ്ട. ഈ പറഞ്ഞതുപോലെ ഫെലിക്സും ടാലിയും വരെ തീർന്നിട്ടുണ്ട്. ഇനിയുള്ള സമ്പത്ത് മുഴുവൻ നമുക്കാണ്, നമുക്ക് രണ്ടുപേർക്കും മാത്രമാണ്. അതുകൊണ്ട് നീ എന്റെ കൂടെ നിൽക്കണം. സത്യം പറയാണ് ഇത്രയും ധൈര്യം നിനക്കുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഒരു ധൈര്യം നിനക്കുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്ലാനിൽ ഞാൻ ആദ്യം നിന്നെ കൂട്ടിയനെ. അപ്പൊ ഞാൻ പറയുന്നത് പോലെ നീ എന്റെ കൂടെ നിൽക്കുമല്ലേ ഹൈറിൻ? ഇതേ സമയത്ത് തന്നെ ഹൈറിൻ ചോദിക്കുകയാണ് എടാ നീ എന്നെ ഈ ഒരു പരിപാടിയിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നല്ലേ, അപ്പൊ നിന്റെ പ്ലാനും എന്നെ കൊന്നുകളയാനും കൂടെ ആയിരുന്നില്ലേ, നിനക്ക് എന്നെ ഒഴിവാക്കാനും കൂടി ആയിരുന്നില്ലേ? ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണമല്ലേ? അല്ല ഐറിൻ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുന്നു പറഞ്ഞിട്ട് ഐറിന്റെ അടുത്തേക്ക് പതിയെ ഡ്രേക്ക് വരുന്നുണ്ട്. ഉറപ്പാണ് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ ഐറിൻ ഇത്രയൊക്കെ പരിപാടി ചെയ്ത അവൾക്ക് അതും പുഷ്പം പോലെ 3 കില്ലേഴ്സിനെയാണ് തട്ടിക്കളഞ്ഞത്. അതുപോലെ തന്നെ ഈ പരിപാടി ഏൽപ്പിച്ച വേറെയും 2 എണ്ണത്തിന്, ടോട്ടൽ 5 എണ്ണത്തിന്. ഇത്ര എണ്ണത്തിനെ തട്ടി ഐറിന് ഇതൊരു വലിയ കേസാണോ? അവളൊന്നും നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് ഇവന്റെ കഴുത്തിലേക്ക് തന്നെ ഒരൊറ്റ കുത്തു കൊടുത്ത് ഒരു വലിയ അങ്ങോട്ട് വലിക്കാണ്. സ്പോട്ടിൽ തന്നെ ഇയാൾ മരിക്കുന്നുണ്ട്. എന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഐറിന്റെ ഷോൾഡറിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് കയറുകയാണ്. ഇതിപ്പോ ഇവിടുന്ന് വേറെ ആളെന്ന് വെച്ച് നോക്കുമ്പോൾ ആ ജനലിന്റെ അരികിൽ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. ഇയാൾ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? ഈ വീട്ടിൽ ഒരാളെ കുത്തിക്കൊല്ലുന്ന
ചെയ്തുകൊണ്ടിരുന്ന ഐറിനാണ്. അപ്പൊ ഈ പോലീസുകാരും വിചാരിച്ചു ഐറിനാണ് യഥാർത്ഥ കൊലപാതകി എന്ന്. അതുകൊണ്ടാണ് അവൾ ഷൂട്ട് ചെയ്ത്. എന്തായാലും വെടിയേറ്റ ഐറിൻ താഴേക്ക് വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ പോലീസുകാരൻ ഓടി ചെന്ന് അയാളുടെ വാഹനം തുറന്നിട്ട് വാക്കി ടോക്കിയിലൂടെ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. സംഗതി കുറച്ച് സീരിയസ് ആണ്. കുറെ ആംബുലൻസും ബാക്കിയുള്ള സന്നാഹങ്ങളുമായിട്ട് ഇങ്ങോട്ടേക്ക് വേഗം വരാനായിട്ട്. ഇതിനുശേഷം ഈ ഒരു പോലീസുകാരൻ മെയിൻ ഡോർ തുറക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഐറിൻ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, സാറേ അത് തുറക്കല്ലേന്ന്. അപ്പോഴേക്കും ഈ പോലീസുകാരൻ ഇത് തുറന്നു കളയാണ്. മാത്രമല്ല അവൾ അവിടെ സെറ്റ് ചെയ്ത ആ ഒരു കോടാലി വന്ന് ഈ പോലീസുകാരന്റെ തലയിലേക്ക് ഒരൊറ്റ അടി അടിക്കുകയാണ്. എന്തായാലും ഐറിൻ സെറ്റ് ചെയ്ത ആ ഒരു ട്രാപ്പ് അത് വേസ്റ്റ് ആയില്ല. പക്ഷെ പാവം ഈ പോലീസുകാരന്റെ തലയായി അതിൽ പെട്ട് പൊളിഞ്ഞു പോയത്. എന്തായാലും ഇവിടെ വെച്ച് പടത്തിന്റെ ആ ഒരു ടൈറ്റിൽ വീണ്ടും എഴുതി കാണിക്കുകയാണ്, യു ആർ ദ നെക്സ്റ്റ്. ഇത് കാണിച്ചുകൊണ്ട് പടം ഇവിടെ തീരുകയാണ്. പല ഭാഗത്തായിട്ട് പല ട്വിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ലേ? എന്താണ് കഥയെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? 10ൽ എത്ര മാർക്ക് കൊടുക്കും? ചുമ്മാ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം. അതുപോലെ തന്നെ അടുത്ത നല്ലൊരു കഥയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ഓക്കെ, ബൈ.